നമസ്കാരം. ഹമീദ് മാമു എന്ന ചാനലിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നിങ്ങളൊരു ജൂനിയർ ലോയറോ അല്ലെങ്കിൽ സീനിയർ ലോയറോ ആയിരിക്കട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം, മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. സുപ്രീം കോടതിയിൽ ഒരു ചെറിയ പണി നമ്മുടെ ഒരു ജൂനിയർ ലോയറിനും സീനിയർ ലോയറിനും ലഭിക്കുകയുണ്ടായി. അപ്പോൾ ആ പണി എന്താണെന്നാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ചെറിയൊരു പണി, അതെന്തായാലും വാർത്തയാണല്ലോ, അത് അറിഞ്ഞിരിക്കണമല്ലോ എല്ലാവരും. അപ്പോൾ ഹമീദ് മാമു എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതും. പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകാം. സെപ്റ്റംബർ മാസം 2023 സുപ്രീം കോടതിയിൽ ഒരു ജൂനിയർ അഭിഭാഷകൻ യാതൊരുവിധ ഫയലും ഒന്നും തന്നെ ഇല്ലാതെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്, PS നരസിംഹ, മനോജ് മിശ്ര എന്നിവരടങ്ങിയ 3 അംഗ ബെഞ്ചിന് മുമ്പാകെയാണ് ഈ ജൂനിയർ അഭിഭാഷകൻ യാതൊരുവിധ ഫയലും ഇല്ലാതെ സുപ്രീം കോടതിയുടെ ഈ ബെഞ്ച് മുമ്പാകെ വന്നത്. കാരണം ഞാനിത് പറയാൻ കാരണം, ഈയിടെയായിട്ടുള്ളൊരു പ്രവണതയാണ്, ഈയിടെയായിട്ടല്ല നേരത്തെ തന്നെ ഉള്ള പ്രവണതയാണ്. പല സീനിയർമാരും ജൂനിയേഴ്സിനെ കോടതിയിലേക്ക് പറഞ്ഞു വിടും. ഹൈക്കോടതിയിലായാലും ശരി, ജില്ലാ കോടതിയിലായാലും ശരി, ഇവർ ജൂനിയേഴ്സിന് യാതൊരുവിധ ഇൻസ്ട്രക്ഷനും ട്രെയിനിങ്ങും ഒന്നും കൊടുക്കാതെയാണ് ഈ കോടതികളിലേക്കെല്ലാം പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രവണത നമ്മളുടെ ഈ ലീഗൽ പ്രൊഫഷനോട് ചെയ്യുന്ന ഒരു ചതിയാണ്. കാര്യം, ഫയൽ പോലും ഇല്ലാതെയാണ് പല ജൂനിയർ അഭിഭാഷകരും കോടതിയിൽ വന്നിട്ട് കോടതിയോട് കേസ് മാറ്റിവെക്കാനും, അതല്ല കേസിൻ്റെ നമ്പർ പോലും ചില ജൂനിയർമാർക്ക് അറിയില്ല, പ്രൊസീഡിങ്സ് അറിയില്ല, എങ്ങനെ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്നറിയില്ല, എന്താണെന്ന് പറയേണ്ട വിഷയമെന്നറിയില്ല. ഇതെല്ലാം അറിയാതെ കോടതിയിൽ വന്നിട്ട് സീനിയർ പറയുന്ന കാര്യങ്ങൾ അതേപടി കോടതിയിൽ അഭ്യർത്ഥിക്കും. ഒന്നല്ലെങ്കിൽ കേസ് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വെക്കുക. സീനിയർ ലോയർ ഇവിടെ ഇല്ല, സീനിയർ ലോയർ ഹൈക്കോടതിയിൽ എൻഗേജ്ഡാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ എൻഗേജ്ഡാണ്, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, സുഖമില്ല, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് കോടതിയുടെ വിലയേറിയ സമയം പാഴാക്കാറുണ്ട്. അപ്പോൾ ഈ സുപ്രീം കോടതി ഈ 3 അംഗ ബെഞ്ച് നടത്തിയൊരു പരാമർശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് വന്ന ഞാൻ നേരത്തെ പറയുന്നുണ്ടായില്ല, ആ ജൂനിയർ വന്നിട്ട് കേസ് മാറ്റിവെക്കണം, എൻ്റെ സീനിയർ സ്ഥലത്തില്ല, കോടതി. അപ്പോൾ ഇത് കേട്ടപ്പോൾ കോടതി ഒരു കർക്കശ നിലപാടെടുത്തു. അങ്ങനെ ഈ കേസ് മാറ്റിവെക്കാൻ പറ്റില്ല, സീനിയറല്ല തീരുമാനിക്കേണ്ടത്, ഞങ്ങളിവിടെ ഭരണഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലാണ് ഇരിക്കുന്നത്, മാത്രമല്ല കേസുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തീർക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി ഞങ്ങൾക്കുണ്ട്. സീനിയർ അവിടെ ഇരുന്നിട്ട് ജൂനിയറിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് കേസ് മാറ്റിവെക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും സീനിയർ വന്നേ പറ്റൂ. സീനിയർ വരാതെ ഈ കേസ് പാസ് ഓവർ ചെയ്യണമെന്ന് സീനിയറെ വിളിച്ചിട്ടുണ്ടോയെന്നും പറഞ്ഞുകൊണ്ട് ആ ജൂനിയറിനോട് ഇത് ചെയ്തു. ജൂനിയർ കേണ അപേക്ഷിച്ചു, സീനിയർ എന്നെ
ഇവിടെ ഇല്ല. അപ്പോൾ സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞു, എന്നാൽ നിങ്ങൾ വക്കീൽ തന്നെ വാദിക്കുക, ജൂനിയറാണെന്നൊന്നും നോക്കണ്ട, കേസിൻ്റെ ഒരു ബ്രീഫിംഗ് എങ്കിലും നടത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ജൂനിയർ ശരിക്കും പറഞ്ഞാൽ കേസിൻ്റെ ഒരു ബ്രീഫിംഗ് പോലും പഠിക്കാതെയാണ് ആ കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല ഫയൽ പോലും ഉണ്ടായില്ല. അതൊക്കെ കണ്ടപ്പോൾ കോടതിക്ക് വളരെയധികം ക്ഷോഭം തോന്നി. എന്തായാലും ഇന്ന് തന്നെ കേൾക്കണം എന്നുള്ളത് കർക്കശ നിലപാടെടുത്തു. അപ്പോൾ ഉടനെ തന്നെ ജൂനിയർ പതിവ് പോലെ ഫോണെടുത്ത് സീനിയറിനെ വിളിച്ചു. സാർ ഉടനെ വരണം, സംഗതി പരിങ്ങലിലാണ്, കോടതി മാറ്റി വെക്കുന്നില്ല, എത്രയും വേഗം ഇവിടെ എത്തണമെന്നും പറഞ്ഞുകൊണ്ട് ജൂനിയർ സീനിയറിനോട് വിവരം പറഞ്ഞപ്പോൾ സീനിയറിന് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. സീനിയർ ഉടനെ വീഡിയോ കോൺഫറൻസിൽ കോടതിയിൽ പ്രത്യക്ഷപ്പെട്ടു. സീനിയർ ലോയറിനെ ഒരുപാട് കോടതി ശാസിച്ചു. ഈ 3 അംഗ ബെഞ്ച് ഇങ്ങനെ കോടതിയുടെ വിലപ്പെട്ട സമയവും മാത്രമല്ല ജൂനിയേഴ്സിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയും കൂടിയാണ്. നിങ്ങളിങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ഒരു ഫയൽ ഇല്ലാതെ ഒരു രേഖയുമില്ലാതെ കേസിൻ്റെ ബ്രീഫിംഗ് പോലും പഠിക്കാതെ ഇങ്ങനെ ജൂനിയേഴ്സിനെ കോടതിയിലേക്ക് വിടുക. ഇതെല്ലാം സീനിയേഴ്സിനെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിക്കുന്നത്. അത് ജൂനിയേഴ്സിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയും കൂടിയാണ്. ഒരു കേസ് പഠിച്ചിട്ട് വ്യക്തമായിട്ട് എന്നല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനെങ്കിലും കേസിൻ്റെ ഇൻട്രൊഡക്ഷനെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ട് വരാൻ സീനിയേഴ്സിനെ ജൂനിയേഴ്സിനെ നിങ്ങൾ തയ്യാറാക്കണം. എന്നിട്ട് മാത്രമേ കോടതിയിലേക്ക് പറഞ്ഞ് വിടാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ കർക്കശ നിലപാടിൽ തന്നെയാണ്. ആസ് എ സീനിയർ എന്ന നിലയിൽ നിങ്ങൾ ഈ കാണിച്ച നിരുത്തരവാദപരമായ പെരുമാറ്റത്തിന് 2000 രൂപ സുപ്രീം കോടതി ബാർ അസോസിയേഷനിലേക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നം ഞങ്ങളിവിടെ തീർക്കുള്ളൂ. കാര്യം ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു സീനിയേഴ്സിൻ്റെ നിന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കർക്കശ നിലപാട് ഇവിടെ സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും 2000 രൂപ ഫൈൻ അടക്കണം. അവസാനം സീനിയർ നിർബന്ധിതമായി ഫൈൻ അടച്ചു. ബാർ അസോസിയേഷനിലേക്ക് ആ 2000 രൂപ ഫൈൻ അടച്ചു. തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇങ്ങനെ ഒരുപാട് സീനിയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഇതുപോലുള്ള നിരുത്തരവാദപരമായ ജൂനിയേഴ്സിനോട് കാണിക്കുന്ന ക്രൂരതയാണ്. കാര്യം അവർ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അങ്ങനെ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, കേസ് പഠിക്കുക, കേസിൻ്റെ നാൾവഴികൾ നോക്കുക, അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ആക്ട് ഏതാണ്, അതിൻ്റെ സെക്ഷൻ ഏതാണ്, സബ്സെക്ഷൻ ഏതാണ്, ഇതെല്ലാം അവർക്കൊന്ന് പറഞ്ഞൊരു ചെറിയൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ആ കേസിന് ആ ജൂനിയറായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സീനിയേഴ്സ് ശ്രദ്ധ പുലർത്തണം. അതുപോലെ ജൂനിയേഴ്സും നിങ്ങളും അതിനുവേണ്ട സീനിയേഴ്സിനോട് ചോദിച്ചും മനസ്സിലാക്കിയിട്ട് വേണം കോടതിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ സംഭവം, ഈ സുപ്രീം കോടതിയിൽ നടന്ന സംഭവം എല്ലാവർക്കും ഒരു പാഠമാകണം. ഇനിയും ഇതുപോലുള്ള ഹൈക്കോടതികളിലും ഡിസ്ട്രിക്ട് കോടതിയിലൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു വന്നത്. സുപ്രീം കോടതിയുടെ ഈ കർക്കശ നിലപാട് മറ്റുള്ള കോടതികളും സ്വീകരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.